ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നു വീണു. ഡെറാഡൂണിൽ നിന്നും കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. 5 പേർ മരിച്ചു. പൈലറ്റ് അടക്കം 7 പേരാണ് ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ശ്രീജിത്ത് ബാലകൃഷ്ണൻ പറഞ്ഞതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന്. ശ്രീജിത്ത്, ഈ പറഞ്ഞതുപോലെ ഒരു വിമാന ദുരന്തമുണ്ടായി, ആ നടുക്കം വിട്ടൊഴിഞ്ഞിട്ടില്ല. തൊട്ട് പിന്നാലെ മറ്റൊരു ആകാശ ദുരന്തം കൂടി. കേദാർനാഥിലേക്ക് പോവുകയായിരുന്നു എന്ന് പറയുമ്പോൾ തീർത്ഥാടകരായിരുന്നു ഇതിലുണ്ടായിരുന്നത്. എന്താണ് വിവരങ്ങൾ? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എങ്ങനെയാണ്? തീർച്ചയായും തീർത്ഥാടകരായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്ററാണ് തകർന്നു വീണിട്ടുള്ളത്. ഏതാണ്ട് 7 പേരുണ്ടായിരുന്നു ഹെലികോപ്റ്ററിൽ. ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ 6 പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായി വരുന്ന വിവരങ്ങൾ പ്രകാരം 7 പേരുണ്ടായിരുന്നു. 5 പേർ മരണപ്പെട്ടു എന്നൊരു വിവരം കൂടി അവിടെ നിന്ന് മുഖ്യമന്ത്രി തന്നെ, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. പുഷ്കർ സിംഗ് ധാമി തന്നെ പറയുന്നുണ്ട് ഇതിൽ 7 പേരുണ്ടായിരുന്നു. അതിൽ 5 പേർ സ്ത്രീകളായിരുന്നു, ഒരു കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ 5 പേരാണ് മരിച്ചിരിക്കുന്നത്. പൈലറ്റ് അടക്കമാണ് 7 പേരുണ്ടായിരിക്കുന്നത്. ഇത് സോൻപ്രയാഗിലെ വലിയ വനമേഖലയിലാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഹെലികോപ്റ്റർ പൂർണ്ണമായും വീണ് തകരുകയായിരുന്നു. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതായത് ഈ ഹെലികോപ്റ്റർ പറക്കുന്നതിനിടയിൽ വനമേഖലയിലുണ്ടായ കാലാവസ്ഥ പ്രശ്നങ്ങളാണ് അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും സോൻപ്രയാഗിന് സമീപം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഹെലികോപ്റ്റർ തകർന്നു വീണിരിക്കുന്നു. ഗൗരികുന്ദിലാണ് ഇതിൻ്റെ ഏറ്റവും അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള സ്ഥലമെന്ന് പറയുന്നത്. ഗൗരികുന്ദാണ്. ഗൗരികുന്ദിനും സോൻപ്രയാഗിനും ഇടയിലുള്ള പ്രദേശത്താണ്, വനമേഖലയിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണിട്ടുള്ളത്. ആര്യൻ ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഹെലികോപ്റ്ററാണ് തകർന്നു വീണിട്ടുള്ളത്. ഡെറാഡൂണിൽ നിന്നും കേദാർനാഥിലേക്ക് പോയതാണ്. ഡെറാഡൂണിൽ നിന്ന് യാത്ര പുറപ്പെട്ട് കേദാർനാഥ് ധാമിലേക്ക് തീർത്ഥാടകരുമായി പോയ ഹെലികോപ്റ്ററാണ് തകർന്നു വീണിട്ടുള്ളത്. 7 പേരുണ്ടായിരുന്നു. 5 പേർ മരണപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ സ്ഥിരീകരിക്കുന്നത്. അതിൽ 5 പേർ സ്ത്രീകളുണ്ടായിരുന്നു. യാത്രയിൽ 5 പേർ സ്ത്രീകളുണ്ടായിരുന്നു. ഒരാൾ കുട്ടിയായിരുന്നു, തീർത്ഥാടകരായിരുന്നു എന്നൊരു വിവരം കൂടിയാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ് ആ മേഖലയിൽ. നമുക്കറിയാം, വലിയ വനമേഖലയാണ് ഉത്തരാഖണ്ഡിലെ സോൻപ്രയാഗും അതോടൊപ്പം തന്നെ ഗൗരികുന്ദുമെല്ലാം വലിയ വനമേഖലയാണ്. ആ വനമേഖലയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. എന്നാലും SDRFിൻ്റെയും NDRFിൻ്റെയും സംഘങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഹെലികോപ്റ്റർ തകർന്നു വീണു. ആരും അവിടേക്ക് എത്താനുണ്ടായില്ല. ആ രൂപത്തിൽ വലിയ ദുഷ്കരമായിരുന്നു കാര്യങ്ങൾ. 5 പേർ മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ്. സേതു പറഞ്ഞതുപോലെ വലിയ വിമാന ദുരന്തത്തിൻ്റെ നടുക്കത്തിൽ നിന്നും ഇപ്പോഴും രാജ്യം മുക്തമായിട്ടില്ല. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. ആളുകളെ തിരിച്ചറിയണം. ഹെലികോപ്റ്റർ തകർന്നവണ് ഈ ഒരു സംഭവം, ഇതിപ്പോ ഈ തീർത്ഥാടകരെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു പ്രൈവറ്റ് ഹെലികോപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഒരു ആധികാരികമായ ഈ പ്രതികരണമൊന്നും സിവിൽ ഏവിയേഷൻ ഭാഗത്തു നിന്നും കിട്ടാനുള്ള വഴിയില്ലല്ലേ? ഇല്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ട്വിറ്റർ അക്കൗണ്ടും അതുമാത്രമല്ല അവിടെ നിന്നുള്ള DIGയുടെ ട്വിറ്റർ അക്കൗണ്ടും മാത്രമാണ് നമ്മളിപ്പോൾ സ്വീകരിക്കുന്നത്. മാത്രമല്ല അവിടെ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗിക വിവരങ്ങൾ വളരെ തുച്ഛമാണ്. ഈ അവിടേക്ക് എത്തിപ്പെടാനുള്ളൊരു സാധ്യത തന്നെ ഇപ്പോഴും NDRFിൻ്റെയും SDRFിൻ്റെയും സംഘം അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടേ ഉള്ളൂ. ആളുകളെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് ഈ 5 പേരെന്നുള്ളത്, ആദ്യഘട്ടത്തിൽ 6 പേരായിരുന്നു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു എന്ന വിവരം. അത് സ്വകാര്യ ഹെലികോപ്റ്റർ ആയതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ആ വിവരം പോലും സ്വീകരിക്കാൻ കഴിയാതിരുന്നത്. പിന്നീടാണ് ആ ഹെലികോപ്റ്ററിൽ 7 പേരുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 5 പേർ മരണപ്പെട്ടു എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ സേനയുടെ, ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ M17 ഹെലികോപ്റ്റർ, അപ്പാച്ച ഹെലികോപ്റ്റർ പഞ്ചാബിലെ പത്താൻകോട്ടിൽ തകർന്നു വീണിരുന്നു. അങ്ങനെ സമാനമായ ഹെലികോപ്റ്റർ അപകടങ്ങൾ ഇന്ത്യയിൽ, ഇത് സ്വകാര്യ ഹെലികോപ്റ്ററാണ്. കഴിഞ്ഞ ദിവസം തകർന്നു വീണത് സേനയുടെ ഹെലികോപ്റ്ററാണ്. അതിനു മുമ്പാണ് വിമാന അപകടം ഉണ്ടാകുന്നത്. അങ്ങനെ അപകടങ്ങൾ തുടർച്ചയായി, ആകാശ ദുരന്തങ്ങൾ തുടർച്ചയായി ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ശ്രീജിത്തെ, വലിയ ആശങ്കയും. കാരണം ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ആകാശ ദുരന്തങ്ങൾ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ശ്രീജിത്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ്, ഡെറാഡൂണിൽ നിന്നും കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്റർ തകർന്നു വീണ് 5 പേർ മരണപ്പെട്ടു.